അത് തന്നെ നല്ല ഷീപ്പ്, നല്ല ഹല്ലേലൂയ തന്റെ ആടുകള് ഹല്ലേലൂയ തന്റെ ശബ്ദം വേർതിരിച്ചറിയുമെന്ന വചനത്തിൽ കേൾക്കുവാനിടയായി. Yes, we heard that if it's a good sheep will hear the voice of the God himself. അത് തന്നെ നീ യേശുവിന്റെ ഹല്ലേലൂയ ആടുകളെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ യേശു നമ്മളെ വിളിച്ച് വേർതിരിച്ചു എന്നൊരു വിശ്വാസം നിന്റെ ഇടയിൽ ഉണ്ട് എങ്കിൽ, നീ അവന്റെ ശബ്ദം കേൾക്കാൻ മാത്രം ചെവി കൊടുത്താൽ മതി. Amen. If you know that you've been called by the living God and you only need to open your ears to hear your own good shepherd. വിശ്വാസമില്ലാതെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. Amen. Without belief you cannot see the miracles happening in your life. കാരണം വചനം ഉടനീളം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. So throughout the scripture, if you read it, we could see like this. ശരീരം മൊത്തം തളർന്നു കിടന്ന ഒരു വ്യക്തിയെ പോലും അവന് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ അവന്റെ കൂട്ടുകാർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് അവർ മേൽക്കൂരയിലൂടെ അവനെ താഴെ ഇറക്കുകയുണ്ടായി. A crippled, a paralyzed person, he did not have any belief or trust that what Jesus could do it. But the people who brought him into the house, they had the belief Jesus would be able to heal him, and they brought him through the roof of the house. എന്നാൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവരുടെ അവിശ്വാസം മുഖാന്തരം കർത്താവിന് വലിയ അത്ഭുത പ്രവർത്തികൾ, വീരപ്രവർത്തികൾ അവിടെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന്. But by their unbelief he could not perform much. അത് സ്വന്തം പട്ടണത്തെ കുറിച്ച് അത്ര അവിടെ പറയുന്നത്. And that was talking in another situation, but it was talking about their own city. അതെ ദൈവ പൈതലേ, നിന്നെ നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് വിടുവിച്ച് ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അതിന് പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. Amen. Hallelujah. If God has brought you into this nation and into the city that you are dwelling, and God has a perfect plan about it, and without that's getting fulfilled, you will not be moved from that place. കാരണം നീ ആ പട്ടണത്ത് ആ ദേശത്തായിരുന്നുവെങ്കിൽ ദൈവത്തിന് നിന്റെ മേൽ ചലിക്കുവാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. If you were in the same situation, God had limitations to work on. കാരണം നിന്റെ ചുറ്റുമുള്ള അവിശ്വാസികളുടെ ഒരു കൂട്ടമത്രേ. Because you've been surrounded by the unbelievers. എന്നാൽ വിശ്വാസികളുടെ മധ്യത്തിൽ നിന്നെ ഈ പകൽക്കാലം ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വീരപ്രവൃത്തി നിന്റെ മേലിലൂടെ വെളിപ്പെടുവാൻ തന്നെയത്രേ. Hallelujah. If he has put you in the midst of the people who believe in him, he has to perform the miracles and wonders what he could do in your life, and that will be done in public.